കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ, ഗ്യാസ് ലോസും മോൾ കോൺസെപ്റ്റും. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഗ്യാസ് ലോസ് എന്താണെന്നൊക്കെ പഠിക്കും, ഗ്യാസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കും. പിന്നെയാണ് മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് പറയുന്നത്, ഇതിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ അധിക ഒബ്ജക്ട്സും ഈ 3 സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ 3 രീതിയിലായിരിക്കും കാണുന്നത്, സോളിഡായിട്ടോ ലിക്വിഡായിട്ടോ ഗ്യാസ് ആയിട്ടോ അല്ലേ. അപ്പം ഇതെല്ലാം ഫോം ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾസ്, ഈ ബ്ലൂ ബോൾസ് പോലെ കാണുന്നതാണ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിൾസ് ചിലപ്പം ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ ആവാം അല്ലേ, ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പം ഇവരുടെ ഈ അറേഞ്ച്മെൻ്റ് ആണ് ഈ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്ന് പറയുന്ന 3 രീതിയിൽ നമുക്ക് മാറ്ററിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം സോളിഡ് ആകുമ്പം ഈ ആറ്റംസോ മോളിക്യൂൾസോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തായിരിക്കും. അങ്ങനെ അടുത്തടുത്തുള്ളത് കൊണ്ട് ഇവർക്കൊരു ഷേപ്പ് ഉണ്ടാവും അല്ലേ, സൈസ്, ഷേപ്പ്, വോളിയം, ഫിക്സ്ഡ് ആയിട്ടുള്ള സൈസ് ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും, വോളിയം ഉണ്ടാവും. പിന്നെ അടുത്തതാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താ? ലിക്വിഡ് സ്റ്റേറ്റിന് സോളിഡിനെ കമ്പയർ ചെയ്യുമ്പം മോളിക്യൂൾസ് കുറച്ചും കൂടി ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. കമ്പയർഡ് ടു സോളിഡ്, ലിക്വിഡ് ഹാസ് മോളിക്യൂൾ വിച്ച് ആർ ലിറ്റിൽ ബിറ്റ് ഫ്രീ ടു മൂവ്. കുറച്ചൊരു ഫ്രീഡം കൂടുതലാണ് ആർക്ക്? ലിക്വിഡ് മോളിക്യൂൾസ്, ലിക്വിഡ് ആറ്റംസ്. പിന്നെ അടുത്ത സ്റ്റേറ്റാണ് ഗ്യാസിയസ് സ്റ്റേറ്റ്. ഗ്യാസിയസ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഈ പാർട്ടിക്കിൾസ് എന്താണ്? വളരെ ഫ്രീ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലിക്വിഡിന് അതിന് ഒരു നിശ്ചിത വോളിയം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് 5 ലിറ്ററിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 1 ലിറ്റർ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഷേപ്പില്ല, കാരണം ഈ മോളിക്യൂൾസ് കുറച്ചൊരു ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് ലിക്വിഡ് ഒരു പ്രത്യേക ഷേപ്പില്ല. നമ്മൾ എന്ത് കണ്ടെയ്നറിലാണോ ഒഴിക്കുന്നത് ആ ഷേപ്പായിരിക്കും ലിക്വിഡിന് ഉണ്ടാകുന്നത്, ശരിയല്ലേ. പിന്നെ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഗ്യാസിൻ്റെ ഈ മോളിക്യൂൾസ് വളരെ ഫ്രീ ആയതുകൊണ്ട് ഇവർ ഇപ്പം ഫ്രീ ആയിട്ടുള്ള നമ്മൾ പിടിച്ചിട്ട് അല്ലേ, ഇപ്പോൾ എക്വേറിയത്തിലുള്ളൊരു മീനിനെ പിടിച്ച് നമ്മൾ പുഴയിലിട്ട് കഴിഞ്ഞാലോ അവർക്ക് ഭയങ്കര ഫ്രീഡായിരിക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിപ്പോവും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഗ്യാസിൻ്റെ മോളിക്യൂൾസ്. നമ്മളിപ്പോൾ ഒരു ചെറിയ പാത്രത്തിനെടുത്തിട്ട് അതിനെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആ പാത്രം മൊത്തം അങ്ങോട്ട് നിറയും, മീനുകൾ അങ്ങനെ പോകുന്ന പോലെ. എത്ര സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഈ മോളിക്യൂൾ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകും. അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? അതിനൊരു പ്രത്യേക സൈസോ ഷേപ്പോ വോളിയമോ ഒന്നുമില്ല കേട്ടോ. അതാണ് വളരെ പ്രധാനപ്പെട്ട. ഗ്യാസിന് വോളിയം ഇല്ല, മറ്റ് രണ്ടെണ്ണത്തിന് വോളിയം ഉണ്ട് അല്ലേ. ഗ്യാസിനൊരു വോളിയം ഇല്ല. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഗ്യാസിൻ്റെ വോളിയം എന്താ? നോ വോളിയം. അത് നമ്മൾ എന്ത് പാത്രത്തിലാണ് എടുക്കുന്നോ ആ പാത്രം വലുതാണെങ്കിൽ ഭയങ്കര വോളിയം കൂടും, ചെറുതാണെങ്കിൽ കംപ്രസ്ഡ് ആവും. ഓക്കെ, ഇനി ഗ്യാസിൻ്റെ മോളിക്യൂൾസ് വേറൊരു പ്രത്യേകത, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അവിടെ ഇങ്ങനെ ഓടി നടക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പോയിട്ട് അതിൻ്റെ വാൾസിൽ കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടൽ ഒരു എലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്പീഡിലാണോ പോയി തട്ടുന്നത് അതേ സ്പീഡിൽ തിരിച്ചു വരും. അതാണ് എലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊളിഷൻ കാരണം ഇവിടെ എലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സാധനം പോയി സ്പീഡ് അങ്ങോട്ട് ഇടിച്ച് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വരുന്നില്ലേ, അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ഉണ്ട്. ആ ഫോഴ്സ് തന്നെയാണ് എന്ത് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്, ഗ്യാസിയസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഗ്യാസിൻ്റെ പ്രത്യേകത ഓർമ്മിച്ച് വെക്കുക. ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് കണ്ടെയ്നറിൻ്റെ വാൾസിൽ പോയി ഇത് ഇടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഓരോന്നായിട്ട് ഇത് പഠിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്യാസ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം. പിന്നെ ഇവർ തമ്മിലുള്ള ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഈ മോളിക്യൂൾസ് ദൂരെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേക വോളിയം ഇല്ല, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ വോളിയം എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ വോളിയം കുറയും. അതായത് വലിയ പാത്രത്തിലുള്ളൊരു ഗ്യാസിനെ നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അതിൻ്റെ വോളിയം അങ്ങോട്ട് റിഡ്യൂസ്ഡ് ആവും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. ഇനി ഇപ്പം പറഞ്ഞ പോലെ ഗ്യാസിയസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആയിരിക്കും ചെയ്യുന്നത്. അത് പോയി വാൾസിൽ കൊളൈഡ് ചെയ്യും. ആ കൊളൈഡ് ചെയ്യുന്ന സമയത്ത്
ഇവരുടെ ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഗ്യാഷ്യസ് പ്രഷർ ഗ്യാസിൻ്റെ അകത്ത് ഉണ്ടാവും. ആ പ്രത്യേക പോയിന്റ് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. റിസൾട്ട്സ് ഇൻ ഗ്യാഷ്യസ് പ്രഷർ. ഗ്യാസിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, ഇവരവിടെ കൊളൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതിനെ ഗ്യാഷ്യസ് പ്രഷർ എന്ന് പറയും. ഇനി അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ കൊളിഷൻ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ടെന്നീസ് ബോൾ എടുത്ത് ഇതിൻ്റെ മുകളിൽ എറിഞ്ഞ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തിരിച്ച് വരില്ലേ, അതാണ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഒരേപോലെ തിരിച്ച് വരുന്നത് പോകുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് എത്ര കൈനറ്റിക് എനർജിയിലാണ് അങ്ങോട്ട് പോകുന്നത് അതേ കൈനറ്റിക് എനർജി ആയിരിക്കും ആഫ്റ്റർ കൊളീഷൻ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. എന്താണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഭവം കൂടുമ്പം അതനുസരിച്ചിട്ട് മറ്റേ ഭാഗം കൂടുകയാണെങ്കിൽ അത് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എക്സാമിന് നല്ലോണം തയ്യാറെടുപ്പ് നടക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങളെടുത്ത് ഹാർഡ് വർക്ക് അനുസരിച്ച് നിങ്ങളുടെ മാർക്കും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒന്നും കുറയുമ്പോൾ മറ്റേതും കുറയും, കൂടുമ്പം മറ്റേതും കൂടും അതേ അളവിൽ. അതാണ് എന്ത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്യാസിയസ് മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൂടും. നമ്മളൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതൽ കൈനറ്റിക് എനർജി, കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഗ്യാസിൻ്റെ വേറൊരു പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസാണ് പഠിച്ചു വരുന്നത്. ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ, നമ്മളതിനെ ഒരു മീനിൻ്റെ കാര്യം പറഞ്ഞല്ലേ, എക്വരത്തിലുള്ള മീനെ പിടിച്ച് നമ്മളൊരു റിവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാലോ അതങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഓടി നടക്കൂലേ, അതേപോലെ തന്നെയാണ് ഗ്യാസും, ഗ്യാസിൻ്റെ മോളിക്യൂൾസും. ഇപ്പോൾ 1 ലിറ്റർ ഓക്സിജൻ നമ്മളെടുത്ത് 2 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാലോ അവിടെ 2 ലിറ്റർ ഓക്സിജൻ ആവും ഇത്. കാരണം ഇതിന് വോളിയം ഇല്ല. ഏത് പാത്രത്തിൻ്റെ വോളിയം എന്താണോ ആ വോളിയമായി മാറും ഇത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം എന്തുകൊണ്ടാണ്, ഇതിൻ്റെ മോളിക്യൂൾസിന് ഫ്രീ ആയി മൂവ് ചെയ്യുക, എവിടെ വേണം പോവാം, അതുകൊണ്ട്. ഇനി അപ്പം വോളിയം ഓഫ് എ ഗ്യാസ് എന്താണ്, ഇത് വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ്. ഇത് ഏത് കണ്ടെയ്നറിനകത്താണോ ഉള്ളത് അതിൻ്റെ വോളിയം എന്താണോ അതായിരിക്കും ഗ്യാസിൻ്റെയും വോളിയം. ഇനി ഇതിൻ്റെ SI യൂണിറ്റൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നിങ്ങളിപ്പം മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ 3 യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പം റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട് അല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയും. അപ്പോൾ ലെങ്ത്തിൻ്റെ നമ്മളിപ്പോൾ അളവെടുക്കുന്ന സെൻറ്റിമീറ്റർ, അപ്പോൾ ലെങ്ത്തിൻ്റെ സെൻറ്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റിൻ്റെ സെൻറ്റിമീറ്റർ, 3 കൂടെ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്തായി, സെൻറ്റിമീറ്റർ ക്യൂബായി. അപ്പോൾ എന്താണ് ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുപ്പീൻ്റെ അകത്ത് എത്ര സ്പേസ് ഉണ്ടോ ഇതിൻ്റെ അകത്ത്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ആ കുപ്പീൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെള്ളമോ അല്ലെങ്കിൽ എത്ര ഗ്യാസോ അതിനകത്ത് നമുക്ക് നിറയ്ക്കാൻ പറ്റുമോ ആ വാല്യൂവിനെ അല്ലെങ്കിൽ ആ അളവിനെ വിളിക്കുന്ന പേരാണ് വോളിയം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ വോളിയം 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആവുക, ഇപ്പം ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ, ഇപ്പം ഞാൻ റെക്റ്റാങ്കിൾ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പം ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, അതേപോലെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, ഇതെല്ലാം 1 സെൻറ്റിമീറ്റർ ആകുമ്പം അവിടെ 1 × 1 × 1 എന്താവും, 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആവും. ഓക്കെ, ആ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഈക്വലാണ്, 1 മില്ലി ലിറ്ററിൻ്റെ ഈക്വലാണ്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ml എന്താണ്, 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ഈക്വലാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് എത്ര ഉണ്ടാവും, 1 ml 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത് ഓർമ്മിക്കുക, ഈ കൺവേർഷൻ ഓർമ്മിക്കുക. ഇപ്പോൾ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 1000 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ലിറ്ററാണ്. ഓക്കെ, ഈ കൺവേർഷനൊക്കെ ഓർമ്മിച്ച് വെക്കാം. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്താണ്, 1000 ml ആണ്. 1000 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ലിറ്ററാണ്. ഓക്കെ, ഈ കാര്യം ഓർമ്മിച്ച് വെക്കാം, നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടി വരും. ഇനി 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം നമ്മൾ സെൻറ്റിമീറ്റർ എടുത്തത്, നേരെ നമ്മൾ ലെങ്ത്ത് 1 മീറ്റർ, ബ്രെഡ്ത്ത് 1 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോളിയം എന്തായി, 1 മീറ്റർ ക്യൂബായി. അപ്പോൾ എന്താണ് നമ്മൾ യൂണിറ്റ് എടുക്കുന്നത്, അതിന് ക്യൂബ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റായി. ഓക്കെ, ഇനി ഇവിടെ 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം, 1 ഉയരം ഒക്കെയുള്ള ഒരു ക്യൂബ് എടുത്തുവിടെ. ഇനി ഇതൊന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1, ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്, 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം ഈ 1 മീറ്ററിൻ്റെ പകരം നമ്മളിവിടെ എന്ത് എഴുതി, 100 സെൻറ്റിമീറ്ററിന് എഴുതി.
അപ്പോൾ 100 ഇൻറ്റു 100 ഇൻറ്റു 100 എത്രയായി? 1 പിന്നെ 6 പൂജ്യവും അത്രയും സെൻറ്റിമീറ്റർ ക്യൂബായില്ലേ. അപ്പം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1000 ml തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ 1000 അല്ല, എത്രയായി? എത്ര? 10 ലക്ഷമാണ് വരുന്നത് അല്ലേ. 10 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് 10 ലക്ഷം മില്ലി ലിറ്ററാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? മില്ലി ലിറ്ററിലുള്ള വാല്യൂവിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, മില്ലി ലിറ്ററിൽ നമ്മൾ എന്താണ് കിട്ടുന്നത്? അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസർ ഏതിലേക്ക് പോവും? ലിറ്ററിലേക്ക് പോവും. ഓക്കെ, ലിറ്ററിലേക്ക് പോവും. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് അത് ചെയ്യുക? അപ്പോൾ ഇവിടെയുള്ള ഓരോ സീറോ കട്ട് ചെയ്ത് കളയാം. ഇവിടെയുള്ള ഈ സീറോ ഇത് കട്ട് ചെയ്ത്, ഇവിടെയുള്ള ഈ സീറോ ഇതും കട്ട് ചെയ്ത്, പിന്നെ ഇവിടെയുള്ള ഈ സീറോ കട്ട് ചെയ്ത്, അപ്പോൾ ബാക്കി എത്രയായി? 1000 ലിറ്റർ. അപ്പം 1 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ലിറ്ററാണ്. 1 ലക്ഷം മില്ലി ലിറ്റർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം മില്ലി ലിറ്റർ എത്രയാണ്? 1000 ലിറ്ററാണ്. അപ്പം 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റേഴ്സ്. ഓക്കെ, മാത്സിൽ നിങ്ങളിത് കൂടുതൽ പഠിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഇനി വേറൊരു പ്രത്യേകത ഗ്യാസിൻ്റെ പ്രഷർ. അപ്പം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഗ്യാസസ് മോളിക്യൂൾ ഇങ്ങനെ ഒരു അതിൻ്റെ കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യും, അത് പോയി വാളിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് നമ്മൾ ഗ്യാഷ്യസ് പ്രഷർ എന്ന് പറഞ്ഞത് അല്ലേ, ഓർമ്മയില്ലേ? അപ്പം ആ സർഫസിലൊരു എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഗ്യാഷ്യസ് പ്രഷർ ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് 1 മീറ്ററാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ചെറിയൊരു ഭാഗം, അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഗ്യാഷ്യസ് മോളിക്യൂൾ ഒന്ന് കൊളൈഡ് ചെയ്യുക അല്ലേ, കറക്റ്റ് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യുക. അപ്പോൾ ഈ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് എത്രയാണോ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അത് ചിലപ്പോൾ 1 ചെറിയ യൂണിറ്റാണ്, വളരെ മീറ്ററിൻ്റെ കട്ടൊക്കെ ചെറിയ യൂണിറ്റാണ്. ആ ഒരു ചെറിയൊരു ഭാഗത്തുള്ള ഫോഴ്സ് എത്രയാണോ അത് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രഷർ എത്രയാണോ അത് കണ്ടുപിടിക്കുക. ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ. എത്ര ഏരിയ ആണോ ഈ കൊളീഷൻ നടക്കുന്നത് അതിനെ നമ്മളുടെ അവിടെ ഫോഴ്സിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ. അപ്പം ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് എത്രയാണോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ ഇസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഫോഴ്സ് ബൈ സർഫസ് ഏരിയ, യൂണിറ്റ് ഏരിയ ഷെയിം, പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. ഈ കാര്യം ഓർമ്മിച്ച് വെക്കാം, പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. അപ്പം ഇവിടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ന്യൂട്ടൺ ബൈ ഏരിയൻ്റെ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? പ്രഷറിൻ്റെ യൂണിറ്റ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് പാസ്കൽ, പി എ. ഓക്കെ, ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ആണ് ശരിക്കും അതിൻ്റെ യൂണിറ്റ് വരുന്നത്. പക്ഷേ ആ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ വിളിക്കുന്ന പേര് പാസ്കൽ എന്നാണ്. ഓക്കെ, പാസ്കൽ. പിന്നെ ഇതിനെ നോർമലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നത് 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.01325 ഇൻറ്റു 10⁵ പാസ്കലാണ് വരിക. ഓക്കെ, 10⁵ പാസ്കൽസ്. ഇത് ഓർമ്മിച്ച് വെക്കുക. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന യൂണിറ്റ്, പക്ഷേ SI യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. അതെന്താ? പാസ്കലാണ്. ഓക്കെ, ടെമ്പറേച്ചർ. അടുത്ത ഗ്യാസിൻ്റെ പ്രത്യേകത ടെമ്പറേച്ചർ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അവരുടെ എനർജി കൂടിക്കഴിഞ്ഞാൽ അവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവരുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഇസ് അനദർ മെഷറബിൾ പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ്. അത് നമ്മളതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിച്ച് ഈസ് ദ എനർജി അക്വയർഡ് ബൈ മോളിക്യൂൾ ഡ്യൂ ടു ഇറ്റ്സ് മൂവ്മെൻറ്റ്? ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി. വാട്ട് ഹാപ്പൻസ് ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഇഫ് എ ഗ്യാസ് ഇസ് ഹീറ്റഡ്? അതെന്ത് ചെയ്യും? കൂടും. അപ്പോൾ വെൻ ഗ്യാസസ് ആർ ഹീറ്റഡ് ദ എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്. അപ്പോൾ ഗ്യാസ് ചൂടാക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ എനർജി കൂടും, ടെമ്പറേച്ചർ അതനുസരിച്ച് കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താ വരുന്നത്? കെൽവിൻ എന്ന് പറയുന്ന അളവിലാണ് നമ്മൾ മെഷർ ചെയ്യുക, K. പിന്നെ ഈ കൺവേർഷൻ ഓർമ്മിച്ച് വെക്കുക. ടു കൺവേർട്ട് ദ കോമൺ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആഡ് 273 ടു ഇറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ തന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കുക. ഈ 30 ഡിഗ്രി സെൽഷ്യസിനെ നമ്മളടുത്ത് പറഞ്ഞതിനെ കെൽവിനിലേക്ക് മാറ്റിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെൽഷ്യസിൽ തന്ന വാല്യൂ പ്ലസ് 273. അപ്പം 273 എന്ന് കെൽവിൻ എന്ന് പറയുന്നതാണ് ആഡ് ചെയ്യേണ്ട ഇത്. അപ്പം 273 പ്ലസ് 30 ചെയ്താൽ നമുക്ക് 3 7 3 10 303 കെൽവിന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ.
ഇപ്പം നമ്മൾ പറഞ്ഞു ടി ഡിഗ്രി സെൽഷ്യസ്, ദെൻ ടി ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ടി പ്ലസ് 273, അതെന്തിലേക്ക് മാറും? കെൽവിനിലേക്ക് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ക്ലാസ് തീർക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം? ഷെയറും ലൈക്കും ചെയ്യണം. താങ്ക് യു ഓൾ ഓഫ് യു.